പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കണ്ണാടിക്ക് സ്വന്തമായി പ്രകാശിക്കാൻ കഴിയുമോ? ഇല്ല. സൂര്യന്റെയോ വിളക്കിന്റെയോ വെളിച്ചം അതിൽ തട്ടുമ്പോൾ മാത്രമേ അത് തിളങ്ങുകയുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതവും കൃത്യം ഇതുപോലെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ് 1 യോഹന്നാൻ 4:19. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. നമ്മളിൽ പലരും പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത്. ഞാൻ നല്ലവനായിരുന്നാൽ ദൈവം എന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് എന്നോടിഷ്ടം കൂടുമെന്നൊക്കെ നാം കരുതാറുണ്ട്. എന്നാൽ ഈ വചനം ആ ചിന്താഗതിയെ പൂർണ്ണമായും തിരുത്തുന്നു. സ്നേഹത്തിന്റെ ഉത്ഭവം നമ്മളല്ല, അത് ദൈവമാണ്. സൂര്യൻ ചന്ദ്രനു വെളിച്ചം നൽകുന്നതുപോലെ ദൈവം തന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കുന്നു. ആ സ്നേഹം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തിരിച്ചു പ്രകാശിക്കാൻ സാധിക്കുന്നത്. ഒന്നോർത്തു നോക്കൂ, നാം അവിടുത്തെ അറിയുന്നതിനു മുൻപേ, നാം ജനിക്കുന്നതിനു മുൻപേ, എന്തിന്, ലോകം സ്ഥാപിക്കപ്പെടുന്നതിനു മുൻപേ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. നമ്മൾ പാപത്തിൽ വീണുപോയപ്പോഴും ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോഴും ആ സ്നേഹത്തിന് കുറവുണ്ടായില്ല. ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാൽവരി ക്രൂശ്. നമ്മുടെ യോഗ്യത നോക്കിയല്ല, മറിച്ച് അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് ആ സ്നേഹം നമ്മളിലേക്ക് എത്തിയത്. അപ്പോൾ എന്താണ് യഥാർത്ഥ ഭക്തി? അത് ദൈവസ്നേഹത്തോടുള്ള ഒരു പ്രതികരണം മാത്രമാണ്. ഒരു പാത്രം നിറഞ്ഞു കവിയുന്നതുപോലെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ അത് പുറത്തേക്കൊഴുകും. ആ ഒഴുക്കിനെയാണ് നാം ആരാധനയെന്നും സഹജീവി സ്നേഹമെന്നും വിളിക്കുന്നത്. എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതൊന്നേയുള്ളൂ: സ്വയം സ്നേഹമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനു പകരം ദൈവം നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ധ്യാനിക്കുക. അവിടത്തെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുമ്പോൾ അറിയാതെ തന്നെ നിങ്ങളും അവിടത്തെ സ്നേഹിച്ചു തുടങ്ങും. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പായി മാറട്ടെ. നമ്മുടെ സ്നേഹം ഒരു കടമയല്ല, മറിച്ച് നമുക്ക് ലഭിച്ച വലിയ സ്നേഹത്തിനുള്ള മറുപടിയാണ്. ആ തിരിച്ചറിവോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് മുൻപോട്ടു പോകാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.